സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുപിടിക്കുകയാണ്. വളരെ നാളായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പുതിയ മോഡലായിട്ടുള്ള ഫോണുകളൊന്നും ലഭിക്കാത്തത് കൊണ്ടായിരുന്നു നമ്മൾ പുതിയ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു പുതിയൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. വിവോ Y20 എന്ന ഈ ഒരു ഫോണാണ്. ഏറ്റവും പുതിയ മോഡലായ ഒരു ഫോണാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് വിവോ Y21 എന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിവോൻ്റെ Y21 എന്ന ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബോക്സ് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് കാണാൻ പറ്റുന്നുണ്ട്. 64 GB 4 GB റാം, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയുള്ള ഫോണാണ്. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ 4 GB + 1 GB എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. അതായത് മൊത്തം 5 GB റാമായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്ക് വരുന്നത് 4G ആണ് എന്ന കാര്യങ്ങളും ഈ ഒരു ഫോണിൻ്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഒരു ഫോണൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വിവോൻ്റെ Y21 എന്ന ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തു. ഇനി നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് വെൽക്കം പാക്കാണ്. ഈ വെൽക്കം പാക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വെൽക്കം പാക്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ കണ്ടില്ല, ഡിസ്പ്ലേൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ താഴെ വീണ് തട്ടിയാൽ പോലും ഡിസ്പ്ലേക്കൊന്നും പറ്റില്ല. അത്രയും ക്വാളിറ്റി ഉള്ള നല്ലൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫോണാണ്. ഫോണിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ചാർജർ ലഭിക്കുന്നുണ്ട്. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ Type-C USB കേബിൾ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഹെഡ്ഫോൺ ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടില്ല. കൂടാതെ സിം കാർഡ് എജക്ടറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിങ് ആണ്. ഞാൻ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വെറും 8 mm മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് ആയിട്ട് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ബോഡി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണോ ഗ്ലാസ് ആണോ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. പിന്നെ ഈ ഒരു ഫിനിഷിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ്. പെട്ടെന്നൊക്കെ ഫിംഗർ പിടിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫിനിഷിംഗ് ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലുള്ള ഒരു ഡിസൈനിങ് ആണ്. കണ്ടില്ല, ഒരു പ്രത്യേക ഒരു ഡിസൈനിങ് ആണ്. നല്ല തിളക്കം ഉള്ള ഒരു ഫോണാണ് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ക്യാമറ ഉള്ള പോലെ നമുക്ക് തോന്നിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണ് 2 ക്യാമറ ഉള്ള ഫോണാണ്. ഇതിൻ്റെ മെയിൻ ക്യാമറ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് 13 മെഗാപിക്സലും മാക്രോ ലെൻസായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് 2 മെഗാപിക്സൽ. കൂടാതെ ഒരു LED ഫ്ലാഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു AI ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടി ക്യാമറൻ്റെ ഒരു ലോഗോയും കാണാൻ പറ്റുന്നുണ്ട്. വിവോൻ്റെ ലോഗോ ആയിട്ട് ഈ ഒരു സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് തന്നെ മൈക്രോഫോൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Type-C ഇൻപുട്ടാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ സ്പീക്കർ കിറ്റിലും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വലതു ഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള പവർ ബട്ടണാണ് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. മുകൾ വശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സിം കാർഡ് ട്രേ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സൈഡിലായിട്ട് ഒരു റബ്ബർ സീലും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറാനുള്ള ഒരു ചാൻസും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫോണൊന്ന് ഓണാക്കി എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ഓണാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഫോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഫോൺ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ പുറമെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 180 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നമ്മൾ കൈ പിടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഓവർ വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.51 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IPS LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ 1080p വരെ വരുന്ന വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്.
ഇനി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ എബൌട്ട് സെക്ഷൻ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഫോണിൻ്റെ ഫുൾ ഇൻഫർമേഷൻ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത് ആൻഡ്രോയിഡ് 11 പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ UI പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൺ ടച്ച് OS 11.1 ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവോൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് OS ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ റാം എബൌട്ട് സെക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. 4 GB റാം ഉണ്ട്, പിന്നെ 1 GB എക്സ്ട്രാ ആഡ് ചെയ്തതും കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം 5 GB റാം ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ പോകുന്നത്. 64 GB സ്റ്റോറേജ് ഉള്ള ഫോണാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 64 GB കൂടാതെ 128 GB വേരിയൻറ്റും ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹെലിയോ P35 എന്ന 12 നാനോമീറ്റർ ടെക്നോളജിയിലുള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2.3 GHz വരുന്ന ഒക്ടോകോർ പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഫോണിൽ പരിശോധിച്ച് നോക്കുമ്പോൾ NFC എന്നൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു ഫോണിൽ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. വൈഫൈ ഡയറക്റ്റ്, ഡുവൽ ബാൻഡ് വൈഫൈ ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് 5 എന്നീ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ സ്മാർട്ട് മിററിംഗ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്മാർട്ട് TVയിലേക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ സെക്ഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നിയർ ബൈ ഷെയർ കാണാൻ പറ്റിയിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്, അൾട്രാ ഗെയിം ഉണ്ട്, പിന്നെ വിവോ ഷെയർ, അതായത് സാംസങ്ങിൻ്റെ ക്വിക്ക് ഷെയർ പോലുള്ള മറ്റൊരു ഓപ്ഷനാണ് വിവോ ഷെയർ എന്ന ഓപ്ഷന്. ആ ഒരു ഓപ്ഷനും ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ FM റേഡിയോ, കോമ്പസ് എന്നീ ഫീച്ചറുകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലുള്ള ഫീച്ചറുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഞാൻ ഓണാക്കി നോക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പനോരമ മോഡാണ്. അതിനുശേഷം പോർട്രേറ്റ് എന്നൊരു ഫീച്ചർ ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ മോഡ് കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോ മോഡ് കാണാൻ പറ്റുന്നുണ്ട്, മോർ സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. മോർ സെക്ഷനിൽ തന്നെ ലൈവ് ഫോട്ടോ എന്നൊരു ഫീച്ചർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രോ ക്യാമറ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം ലാപ്സ് എന്ന ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു Y21 എന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ട് മനസ്സിലാക്കുക. ഇത് ഡേലൈറ്റിലുള്ള വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. പിന്നെ അതിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നുള്ളതും കൂടി നോക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് സൂര്യൻ ഉള്ള ഭാഗമാണ്, കണ്ടില്ലേ? ഈ ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ സാധാരണ നമ്മൾ എന്നും കാണിക്കണ ഈ ലൊക്കേഷൻ തന്നെയാണ് ഇപ്പോൾ എന്നും കാണിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ റേറ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഒമാൻ റിയാൽ വരുന്നത് ഏകദേശം 65 റിയാലാണ്. 65 റിയാൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13,000 രൂപൻ്റെയും 12,500 രൂപൻ്റെയും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ പ്രൈസ് അത് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഏകദേശം ആ ഒരു റേറ്റ് ആയിരിക്കും ഇന്ത്യൻ്റെ പ്രൈസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.